അപ്പോ റിട്ടയർ ചെയ്യുന്ന ഈ ദിവസം ഗൽഗത കണ്ടനായി നിൽക്കുകയാണല്ലേ ചേട്ടൻ? ഞാനൊരു കൊലയാളിയായാലും ഇന്നത്തെ ദിവസം എല്ലാവരും വീണ്ടും ഞങ്ങള് കണ്ടുമുട്ടും. 36 കൊല്ലത്തെ ബന്ധമാണ്. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഗോഡൌണുകളിലേക്ക് ചാക്കുകൾ ഇറക്കി. ഇത് ആരാ കഴിച്ചത്? കല്യാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു 360 ദിവസം പോരാ. കാജിയോടെ കാജിയോടെ കാജിയോടെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എനിക്ക് വർത്താനം പറയാൻ പറ്റില്ല. പറ്റില്ല എന്നല്ല, ആൾക്കാർ ശരിക്കും എന്താണാവുന്നു വയ്യ. ചേട്ടന് തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നു, പനി ഭയങ്കരമായിട്ട് കൂടി, ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് റെസ്റ്റിലാണ്. പക്ഷേ നമുക്ക് റെസ്റ്റ് എടുത്ത് വീഡിയോകൾ ഞങ്ങൾ എടുക്കണ്ടെന്ന് വിചാരിക്കാറുണ്ട് വയ്യാണ്ടിരിക്കണ സമയത്ത്. പക്ഷേ ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ എത്രയോ ദിവസങ്ങളായിട്ട് കാത്തിരുന്നു എന്ന് പറയാൻ പറ്റും അല്ലേ ചേട്ടാ? അല്ല ചേട്ടാ, റിട്ടയർ ചെയ്യണത് കാത്തിരിക്കാന്ന് പറയുമ്പോ അല്ലേ? വന്നെത്തി. അതെ, റിട്ടയർ ചെയ്യണ ആ ദിവസം വന്നെത്തി. അതിന് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മള് പോവാണ്. അല്ലൻ ചേട്ടൻ്റെ FCAയിലേക്ക് പോവാണ്. മുളങ്ങുന്നത്ത് FCAയിലാണ് അല്ലൻ ചേട്ടൻ്റെ ജോലി. അങ്ങോട്ട് പോവാണ് കേട്ടോ നമ്മള്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുറകെ എത്തും. ഇപ്പൊ നമ്മൾ 11 മണിക്ക് അവിടെ എത്തണം അല്ലെ? 11 മണിക്ക് ചടങ്ങ്. അപ്പോ റിട്ടയർ ചെയ്യുന്ന ഈ ദിവസം ഗൽഗത കണ്ടനായി നിൽക്കുകയാണ് അല്ലൻ ചേട്ടൻ. എന്നിട്ട് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഞാൻ പണി നിർത്തണില്ലല്ലോ. ഞാൻ കൊക്കാല പണി വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇത് വെറുതെ ഒരു ചടങ്ങ് അല്ലേ? പണി നിർത്തണില്ലേ? അവിടുന്ന് പിരിയണെന്നുള്ളതല്ലോ. ഔദ്യോഗികമായി പിരിയുന്നു അല്ലേ? അത്രേ ഉള്ളൂ. അത് നമുക്കിനി മുളക്. അപ്പൊ ഞങ്ങള് FCAയിൽ എത്തിട്ടാ. ഇതാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉള്ളിക്കൊക്കെ വരണേ. വിശാലമായൊരു കോമ്പൗണ്ടാണ്. അല്ലൻ ചേട്ടൻ അടക്കം 8 പേരാണ് ഇന്ന് റിട്ടയർ ചെയ്യണേ. അല്ലൻ ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. ഇവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. അല്ലൻ ചേട്ടൻ നമ്മുടെ വീട്ടില് ഭയങ്കര അധ്വാനശീലനാണ്, എന്താ പറയാ, നന്മമരമാണ്. അല്ലൻ ചേട്ടൻ ഇല്ലാത്ത സവിശേഷതകളോ ഗുണങ്ങളോ ഒന്നും തന്നെ ഇല്ല. അടുത്ത ജന്മം അല്ലൻ ചേട്ടനെ എന്താ പറയാ, ആങ്ങളായിട്ട് കിട്ടാൻ, അല്ലൻ ചേട്ടൻ്റെ മക്കളായിട്ട് ജനിക്കാനൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ. അപ്പോൾ അല്ലൻ ചേട്ടൻ്റെ ഒപ്പം പണി ചെയ്യുന്നവർക്ക് കൂടുതൽ സമയം അല്ലൻ ചേട്ടൻ ഇവിടെയാണല്ലോ. ഇവർക്ക് എന്തിനാ പറയാനുള്ളത് നോക്കാട്ടാ. അപ്പൊ അല്ലൻ ചേട്ടാ ആദ്യം തന്നെ പറഞ്ഞു ആളുടെ അഭിപ്രായം എടുക്കാൻ. എന്റെ അഭിപ്രായം, അല്ലൻ ചേട്ടനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയും. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് മുരുകേശൻ. നല്ലത് പറയണ പൊട്ട പറയണം. കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. വളരെ നല്ല മനുഷ്യൻ. അതെ, പണിയില് 100% പെർഫെക്റ്റ്. ഇനിയിപ്പോ അവനെ പറ്റിട്ട് നീ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മനുഷ്യ സ്നേഹി. ഇതിൽ കൂടുതൽ ഇനി എന്തുട്ടാ പറയണ്ടേ? പറഞ്ഞു, എന്തൊക്കെ പറയാൻ തോന്നണം ഒക്കെ പറഞ്ഞു. അല്ല, അധ്വാനശീലി, അധ്വാനിക്കുന്നോണ്ട് അഭിമാനം കൊള്ളുന്ന ഒരു മനുഷ്യൻ. അതെ, ഞാനൊരു കൊലയാളിയായാലും ഇന്നത്തെ ദിവസം എല്ലാവരും ഞാൻ പറയില്ല ഞാൻ പൊട്ടാന്നുള്ളത് ഞാൻ പൊട്ടാന്ന് പറയും. പൊതുവെ നല്ല സ്വഭാവം, നല്ലതല്ല. ഒരു അധ്വാനിക്കുന്നവന് അഭിമാനം കൊള്ളുന്ന ഒരു മനുഷ്യൻ. അതാണ് ഞാൻ കണക്കൂട്ടത്. ഇല്ലെങ്കിൽ നെല്ല് പണിക്ക് അതിനോ ഇതിനൊന്നും പോവില്ല സാധാരണ ഇവിടുത്തെ ആൾക്കാർ. അതിനടക്കം പോയിട്ട് നല്ല അധ്വാനിക്കുന്നത് ഒരു ആരാധനയായിട്ട് കാണുന്ന ഒരു മനുഷ്യൻ. അത്രേ ഉള്ളൂ നമുക്ക് പറയാം. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ട? അധ്വാനം അല്ലാണ്ട് വേറെ എന്തെങ്കിലും നല്ല എന്തെങ്കിലും ദോഷങ്ങൾ തോന്നിയിട്ടുണ്ടോ? ദോഷങ്ങളൊന്നും തോന്നിയില്ലേ? നമ്മുടെ പണിയിലൊക്കെ നമുക്ക് വരണതല്ലോ. അതിൽ കൂടുതൽ ദോഷങ്ങളൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ പണിയിൽ എന്തൊക്കെ ഇതുണ്ടാവും അതിലൊക്കെ വർത്താനങ്ങൾ പറയും. അതൊന്നും ദോഷമൊന്നല്ല, അതൊക്കെ പണി കഴിഞ്ഞാൽ കഴിയും. അതന്നെ, വേറൊരു ഇതില്ല, വേറൊരു ദോഷവും പറയാനില്ല. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് വടക്കാനിരി. ഇനി ആരോട് ചോദിക്കണ്ടല്ലോ ചേട്ടാ? ചോദിക്കോ? അതെ. അപ്പൊ ലീഡർ പറഞ്ഞോ. നല്ല അഭിപ്രായം ആളെ കുറിച്ച്. അധ്വാനിക്കാൻ നല്ല, ഇനിയും പോരാട്ടില്ല ആളെ പെൻഷൻ പറ്റി. ആളിങ്ങോട്ട് തന്നെ വരും. ഈ ഗോഡൗണിലേക്ക് തന്നെ ആള് വരും. ഞങ്ങളെ സഹായിക്കായിട്ട് വരും ആൾക്ക്. നല്ല അഭിപ്രായം ആളെ കുറിച്ച്. അതായത് ഇവിടെ പണി വേഗം വെക്കണ സമയത്ത് പുറത്തുനിന്ന് പണിക്ക് ആളെ വെക്കാം. അപ്പോ ഇവര് അല്ലൻ ചേട്ടൻ തന്നെ വരുന്നാണ് പറയണ ഇവിടെ നാളെ തൊട്ട് വീണ്ടും അല്ലേ? ഇന്നിപ്പോ ഒരു ചടങ്ങ് പറ്റില്ല, അല്ല ചേട്ടൻ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതെല്ലാവർക്കും ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നാലും വെറുതെ ഇരിക്കില്ല. അതന്നെ, കുടുംബത്തിനോട് അത്ര സ്നേഹമുള്ള ആളാണ്. ഒറ്റ പണി കളയാണ്ട് ഇവിടെ വരുന്നുണ്ട് ആള്. മുടക്കല്ലേ, ഞങ്ങൾ എനിക്ക് പണി നല്ല സൗഹൃദമായിട്ട് നല്ല ഇതായിട്ട് പോകണം. നല്ല അഭിപ്രായം, എല്ലാവർക്കും നല്ല അഭിപ്രായം. പക്ഷേ
ഞാൻ ഇതൊന്നല്ല പ്രതീക്ഷിച്ചത്. പൊട്ടാ ഞാൻ അടുത്ത ആൾക്ക് അനിൽ ചേട്ടനെ കുറിച്ചിട്ട് എന്തിട്ടാ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പറയും. ഏതായാലും അനിൽ ഇവിടുന്ന് FC റിട്ടയർമെന്റ് ചെയ്ത് പോവാണ്. അയ്യോ സങ്കടം വരുന്നു ചേട്ടന്. എന്തായാലും ഞങ്ങൾക്ക് വിഷമം തന്നെയാണ്. ഇവിടുത്തെ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുന്ന ഒരാള് ഇവിടെ ഉണ്ടായിട്ടില്ല എല്ലാ നിലയ്ക്കും. എന്നുവെച്ചാൽ ആള് ഇത്ര വയസ്സ് 60 വയസ്സാണെന്ന് നോക്കണ്ട, ഒരു 45-50 വയസ്സായിട്ടുള്ള ആൾക്കാരന്മാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്നും ആള് പോവാറൊന്നായിട്ടില്ല. ഇവിടെ ഇത് നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്തിട്ടാണ് ആള് പോകുന്നത്. പിന്നെ വർഷങ്ങളായിട്ട് ഇവിടെ ആള് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ നല്ല രീതിയിൽ എല്ലാ രീതിയിലും എന്താ വെച്ചാൽ ആൾക്കാരായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിലാണ് പോണത്. ഒരു എന്താ പറയുക, ഒരാൾക്കൊരു മുഴിച്ചിലില്ലാണ്ട് FC ഉള്ളിൽ നല്ല രീതിയിലാണ് ആദായം റിട്ടയർമെന്റ് ചെയ്ത് പോകുന്നത് ആണ് എനിക്ക് പറയാം. ആളും പണിക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ മാസം എന്നിട്ട് വരുന്നുണ്ട് വീണ്ടും. നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. യൂണിയന്റെ മീറ്റിംഗ് ആയിരുന്നു അല്ലേ? ചേട്ടന് പനി തൊണ്ടവേദനയായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇൻഫെക്ഷൻ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സംസാരിക്കാം. വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണു. ഈ ഹാളിന്റെ ഉള്ളിലാണ് ചടങ്ങ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അനിൽ ചേട്ടനടക്കം 8 പേര് ഇന്ന് റിട്ടയർ ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ പൊന്നാട അണിയിക്കല് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇനി ഉള്ളിൽ കയറാം. നമ്മുടെ പ്രിയ സുഹൃത്ത് അനിൽകുമാർ TS കയ്യിലേക്ക് കൊടുക്കാട്ടോ. എന്നോട് ഇത്ര കൊല്ലം സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഒരു വികാര നിർഭരമായൊരു യാത്രയയപ്പ് ചടങ്ങാണ് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞത്. കുറച്ച് സമയമായി എല്ലാവരും പറയാനുള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. അതായത് ആദ്യമായിട്ട് FC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 8 പേര്, ഇത്രയധികം പേര് ഒരുമിച്ച് റിട്ടയർ ആവണേന്ന് ഒരൊറ്റ ദിവസം. 8 പേര് ഇങ്ങനെ ഇത്രയും വലിയൊരു ആൾക്കാർ കൂടുതൽ പേരായിട്ട് ഇങ്ങനെ പോവാറില്ല. അപ്പോൾ ഇവർക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഇത്രയധികം പേര് പോവാന്ന് പറയണത്. അപ്പോൾ ഇത് നമ്മുടെ അനിൽ ചേട്ടൻ്റെ ഇവിടുത്തെ ഒരു ലേഡി സ്റ്റാഫാണ് കേട്ടോ. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് പുഷ്പ. അപ്പൊ അനിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചേച്ചിയുടെ അടുത്ത് അനിൽ ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ ഉണ്ട്. അപ്പൊ ഒന്നുമില്ല, ഞങ്ങൾ ഇന്നലെ വരെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. നല്ല പ്രകൃതമാണ്, ഞങ്ങളോടൊക്കെ നല്ല സഹോദരിമാരെ പോലെയാണ് പെരുമാറുന്നത്. നല്ല സ്നേഹം വേണ്ടിയാണ് കേട്ടാ, വേറെ ഒന്നും പറയാല്ലേ. ഇവര് വന്നിട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വെറുതെ തമാശ പറയണത് കേട്ടാ. ഞങ്ങൾ ദേശാശേട്ടനോടൊക്കെ എല്ലാവരോടും ഒരേപോലെ നമ്മള് പെരുമാറുന്നത്. അപ്പൊ ഒന്നും പറയാല്ലേ, പറയാൻ നല്ലത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കേട്ടാ. ഓക്കെ, ശരി 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 ശരി. വിഷമൊന്നും വിചാരിക്കണ്ട. വിഷമൊന്നുമില്ല.
എന്നെ പറ്റി കൊറേ കാര്യങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊറേ പറഞ്ഞില്ലേനും എന്തെങ്കിലും ഉണ്ടാവും ആൾക്ക് പറയാൻ. ആളായിട്ട് കൂട്ടുകാരൻ സുരേഷ്. അനിലായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വർഷം, ഏറെക്കുറെ 35 വർഷം സൗഹൃദമാണ്. ആ സൗഹൃദത്തിലൂടെ നേടിയ കൂട്ടുമുതൽ എന്താണെന്ന് ചോദിക്കുന്നത്, നമുക്കൊരു ജനിച്ച കാലം തൊട്ട് തന്നെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയങ്ങളിൽ നമുക്കൊരു സൗഹൃദങ്ങളുണ്ടാവും. പക്ഷേ ചില സൗഹൃദങ്ങൾ നമുക്ക് ഇടയിൽ വിട്ടുപോകും, ചില കാര്യങ്ങൾ. ഈ ജോലിയുടെ ഭാഗമായി ഒരു സ്ഥലത്ത് ഇത്രയും വർഷം ഒരു സൗഹൃദം തെറ്റാതെ മുറിയാതെ അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് നടക്കുന്നൊരു കാര്യമല്ല. എനിക്ക് സൗഹൃദങ്ങളും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാനിവിടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ, പല അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൂടെ പെരുമാറുന്ന ആൾ. പക്ഷെ നമുക്ക് ഏത് സമയവും എത്തരത്തിലും നമ്മുടെ സമയമായ അല്ലെങ്കിൽ മനസ്സിൻ്റെ പക്വതയോടുകൂടി പെരുമാറിയും അത് എന്ത് വന്നാലും അതാവാം, അതിങ്ങനെ മതിയടാ, അതിങ്ങനെ മതി, ഞാനത് അങ്ങനെ പോകാം. ഒരു വലിയൊരു കാര്യം എന്ന് പറയുക അലിയിച്ച് കളയുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഒരു സമയം തൊട്ട് തന്നെ ഒരുമിച്ച് പ്രവർത്തനം തുടങ്ങിയെന്ന് പറയാം. അവിടെ നിന്ന് ഞങ്ങളുടെ കല്യാണമായാലും സീമാനെ കല്യാണം കഴിക്കാൻ പെണ്ണ് കാണുന്ന സമയത്തും ഞാൻ പോയിട്ട്, എനിക്ക് പെണ്ണ് കാണുന്ന സമയത്തും എൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഒരു ആത്മബന്ധത്തിൽ കൂടെ അതല്ല, അത് ഇന്നോളം മുറിയാതെ, ഈ സമയം വരെ മുറിയാതെ, എൻ്റെ ജീവിതത്തിൻ്റെ അറ്റം വരെ മുറിയാതെ കൊണ്ടു നടക്കാവുന്ന ഒരു മാനസികാവസ്ഥ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് എനിക്ക്. അതൊക്കെ ഒരു വലിയ മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശാരീരിക ക്ഷമതയും ഇല്ല, ശേഷിയും ഇല്ല. അപ്പോൾ ഉള്ളത് എത്ര കണ്ടും സമയം നിലനിർത്തുന്നതിൽ, നമ്മളെ നാളെയും കാണാൻ ആഗ്രഹിക്കുന്നതിൽ, സന്തോഷം കൊണ്ട് പങ്കുവയ്ക്കുന്നതിൽ എല്ലാം കൊണ്ടും ഈ സുഹൃത്ത് എന്നെ ഇവിടെ നിന്ന് എൻ്റെ ജോലി പരിമിതികളിൽ നിന്ന് മാത്രം അല്പം പിരിഞ്ഞു പോകുന്നു. എന്നിരുന്നാലും നെഞ്ചോടെ, മനസ്സോടെ, സൗഹൃദത്തോടെ വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടും, ഇവിടെ ഉണ്ടാവും, ഒരുമിച്ചുണ്ടാവും. ഓക്കെ, ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ഇനി ഇവരെ കൊണ്ടുവന്നാക്കലാണ്. ഇപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പേരുണ്ടല്ലോ, അതിൽ 5ാമതായിട്ടാണ് അല്ലൻ ചേട്ടനെ കൊണ്ടുവന്നാക്കുക. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവും, ഓരോരുത്തരെ കൊണ്ടാക്കി അല്ലൻ ചേട്ടൻ അവരുടെ കൂടെയാവും. ഇവിടുന്ന് ഉള്ള എല്ലാ സ്റ്റാഫും കൂടിയിട്ട് ഒരു വലിയ വണ്ടി വിളിച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നാക്കി 5ാമതായിട്ട് ഇവർ നമ്മുടെ വീട്ടിലെത്തും കേട്ടാ. ഇത് എന്ന് പറയണത്, ഇതാണ് അല്ലൻ ചേട്ടൻ്റെ ലോകം. എത്ര വർഷമായി ഇപ്പോൾ? 36 കൊല്ലത്തെ ബന്ധമാണ് അല്ലേ? ശരിക്കൊരു എനിക്ക് ഉള്ളിൽ ഇരുന്നിട്ട് പലരും പലതും പറയണേട്ടോ ഭയങ്കര സങ്കടം വന്നുട്ടെ. പ്രത്യേകിച്ച് രാജൻ ചേട്ടനൊക്കെ സംസാരിക്കുന്ന കേട്ടപ്പോ. രാജൻ ചേട്ടൻ്റെ ഇത് നമുക്ക് വീഡിയോയിൽ നമ്മളുടെ എടുത്തിട്ടില്ല. ആള് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ആള് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പറയാട്ടാ, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ എവിടെയാണല്ലോ ചേട്ടന്റെ എവിടെയാ ഈ ഇതൊക്കെ വേഗം വന്നിക്കണതും വേഗം വന്നിക്കണ സ്ഥലം ഒന്ന് കാണണം എനിക്ക്. പിന്നെ ഗോഡൌണൊക്കെ കാണണം. ഇതൊക്കെ ഗോഡൌണുകളാ അല്ലേ? ഇതിന്റെ ഉള്ളിൽ ഒരു 100 ഏക്കർ സ്ഥലത്ത് കംപ്ലീറ്റ് ഗോഡൌൺ അല്ല. 100 ഏക്കർ സ്ഥലത്താണ്. 65 ഏക്കർ കൂട്ടിക്കോ. അതിൽ നമ്മുടെ പൂരപ്പറമ്പിന്റെ അത്ര സ്ഥലം. അട്ടികള് വേണമെങ്കിൽ കാണാം. അട്ടികള് കാണിച്ചതായി. ഇതാണ് അട്ടി. അമ്മേ, ഇതിന്റെ മുകളിലേക്ക് എങ്ങനെ എത്തിക്കുക? അതിങ്ങനെ ചവിട്ടുപടിയായിട്ട് ഇങ്ങനെ കയറി പോവും. അത് ഈ തലക്കിന്ന് ഇങ്ങനെ ചവിട്ടാക്കിട്ടിടും ഈ ചാക്കുകൾ കൊണ്ട് തന്നെ. ഇത് മോഡലിന് ഇങ്ങനെ കയറി ഇങ്ങനെ പോരും. ഇതാണല്ലേ ചേട്ടൻ്റെ പണി കേട്ടാ. ഈ ചാക്കുകള് 50 കിലോന്റെ ചാക്കുകളല്ലേ? ആദ്യം 100 കിലോനായിരുന്നു, പിന്നെ അത് 75 ആയി, പിന്നെ അത് 50 കിലോ ആയി. എന്താ അട്ടികളിരിക്കണത് അവിടെ. ക്ഷാമകാലത്തേക്കായിട്ട് സംഭരിച്ച് വയ്ക്കണതും റേഷൻ കടകൾ വഴി വിതരണം ചെയ്യണതുമായിട്ടുള്ള സാധനങ്ങളല്ലേ? ഇതാണ് ട്രാക്ക്. ഇന്നലെ അല്ലേ ചേട്ടന് പണി ഉണ്ടായിരുന്നു. അപ്പൊ വന്നിട്ടുള്ള വണ്ടിയാണിത്. ഇത് ഇത്ര മണിക്കൂറിനുള്ളിൽ ഒഴിപ്പിക്കണം എന്നില്ലേ? ഒഴിച്ചു കൊടുക്കണം. അത് 21 5 മണിക്കൂർ അല്ല 7 മണിക്കൂർ കിട്ടും. 42 9 മണിക്കൂർ അങ്ങനെ ഈ ബോക്സുകൾ. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഗോഡൌണുകളിലേക്ക് ചാക്കുകൾ ഇറക്കി ലീഡറാണ് അധ്യക്ഷൻ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ. അപ്പൊ നമ്മൾ പോയി വന്നിട്ട് കുറച്ച് സമയമായി. അപ്പം ഞാൻ പറഞ്ഞില്ല 5ാമതായിട്ടാണ് അല്ലൻ ചേട്ടനെ കൊണ്ടുവന്നാക്കണേ. അപ്പം അവർ മറ്റേ 4 വീടുകളിലും കൊണ്ടുവന്നാക്കി അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വരാം. അപ്പോൾ എല്ലാവരും എത്തിയിട്ടാ. 5 മണിക്കായി അവരെത്തി. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പം ചേട്ടന് ഇതേ
വയ്യ, പനി, നല്ല പനിയുണ്ട്, നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ശബ്ദം ഭയങ്കര എന്താ പറയുക സ്ക്രാച്ച് ഇതായ പോലെ, ശബ്ദം ഭയങ്കര സ്ട്രെയിൻ എടുത്ത് സംസാരിക്കണ പോലെ. അതുകൊണ്ട് വോയിസ് റെസ്റ്റ് എടുത്തേക്കാണ് സംസാരിക്കുന്നില്ല. പിന്നെ ഇന്ന് അറിയാലോ, ഇന്ന് ജൂൺ 30 ജഗ്ഗുവിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ കേക്ക് പറഞ്ഞിട്ടുണ്ട്, അതും അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കണു. പിന്നെ അവിടെ നിന്ന് പല്ലഞ്ചേട്ടനെ കൊണ്ടുവന്നാക്കണ എല്ലാവരും പണിക്കാരുണ്ട്, പിന്നെ നമ്മുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടാവും, പിന്നെ പ്രീതിയേച്ചി, പിന്നെ വലിയേട്ടൻ്റെ മോളുണ്ടല്ലോ ഇന്ദു ഉണ്ട്, പിന്നെ കാജു വെള്ളിയാഴ്ച തന്നെ വന്നു കേട്ടാ. കാജു വെള്ളിയാഴ്ച വന്നു. കാജു അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പോകുമ്പോൾ അവളുണ്ടായിരുന്നില്ല. അവളും കാജൽ അല്ലഞ്ചാണ്ട് 2 മക്കളാണ്, കാജൽ അമൽ 2 പേര്. അവർ 2 പേരും കുറേ കഴിഞ്ഞിട്ടാണ് എത്തിയത്. പരിപാടിയൊക്കെ തുടങ്ങേണ്ട സമയത്ത് അവർ തുടങ്ങി പകുതി ആയപ്പോഴൊക്കെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ അവരെയൊക്കെ കാണാം. അപ്പം അങ്ങോട്ട് പോവാം നമുക്ക്. നമ്മൾ എത്താൻ അല്പം വൈകിപ്പോയി. ഒരു ചെറിയൊരു കഷ്ണം ഇതിൽ നിന്ന് കേക്ക് കട്ട് ചെയ്ത് ആരാ കഴിച്ചത്? അതെ, ഞാൻ പറഞ്ഞിട്ട് വരാ, 4 പേരെ കൊണ്ടുവന്നാക്കി അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് വരാം. അതാണ് ഇവർക്ക് ആർക്കും വലിയ ഫുഡിന് ആവശ്യം ഉണ്ടാവില്ലെന്ന്. അപ്പൊ താങ്ക് യു. അല്ലചേട്ടൻ കഴിക്കും, അല്ലചേട്ടൻ കഴിക്കും. ചേട്ടൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കഴിക്കാം. ചേട്ടന് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുള്ള കഴിക്കില്ലേ? അവിടെ നിന്ന് കേക്ക് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേ ജഗ്ഗുവിന്റെ പിറന്നാൾ കേക്ക് എത്തി. ഇനി അത് കട്ട് ചെയ്യാം. ഇല്ല, അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ റോസ്റ്റ്, ചില്ലി പോർക്ക്, കുറുമക്കറി, പൊറോട്ട, വെള്ളയപ്പം, ചായ, ഇത്രയും സാധനങ്ങളാണുള്ളത്. അതിൽ പൊറോട്ടയും വെള്ളയപ്പം നമ്മൾ വേറെ സ്ഥലത്ത് ഏൽപ്പിച്ചു. പിന്നെ ബാക്കി 3 ഐറ്റംസ്, അതായത് ചിക്കനും പോർക്കും കുറുമക്കറി തുന്തുരിൻ്റെ അടുത്തായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഫുഡൊക്കെ അവൻ അവിടെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ട് അവൻ പോയി. കാജു എവിടെ എന്ന് നമ്മൾ കുറച്ച് നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കമൻസാണ്. അപ്പോൾ ദേ കാജു, എൻ്റെ മോളെ എവിടെ നിന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവര് ചാനലിനായിട്ടാ ചോദിക്കുന്നുള്ളൂ, അല്ലാണ്ട് എന്നോട് ഒരാളും ചോദിക്കുന്നില്ല. അതിപ്പോൾ ഇതേ ആൾക്കാർ ഇതേ കാണുന്നത്, എൻ്റെ മോള് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ രാജൻ ചേട്ടൻ. എന്തേ ഞങ്ങളൊന്നും ചെയ്യില്ല. ഒരാൾക്ക് മൈക്ക് വെച്ച് കൊടുക്കണം. ഇന്ന് ഈ ചേട്ടൻ എന്നെ കരയിപ്പിച്ചു. രാജൻ ചേട്ടൻ എന്ന് പറയണത് നമ്മുടെ അല്ലൻ ചേട്ടന്റെ ചങ്കാണ്. ഇവര് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ് കേട്ടാ. ചങ്ക് പറച്ചണം ഇവിടേക്ക് പോകുന്നുള്ളത് ഒരു സംശയം വിചാരിക്കണ്ട. അപ്പൊ അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങള്, അല്ലെങ്കിൽ എന്നിട്ട് അല്ലൻ ചേട്ടനെ കുറിച്ച് അല്ലനെ കുറിച്ച് പറയാനായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു ഈ 360 ദിവസം പോരാ. കാരണം 35 വർഷം ആളായിട്ട് ഞാൻ ഒരുമിച്ച് എന്താ പറയാ പണിയെടുത്ത ആളാണ്. ഏറ്റവും കൂടുതൽ ആളുടെ കുടുംബത്തെ ഭാര്യയുടെ മക്കളുടെ അടുത്ത് പെരുമാറാനായിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊഴിൽ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇന്ന വരെ കാണാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് പല കൂട്ടുകാരുണ്ട്. കോയമ്പത്തൂർ ഞാനായിരുന്നു അവിടെ എനിക്ക് പല കൂട്ടുകാരുണ്ട്. അവരൊന്നും എനിക്ക് കുഴപ്പക്കാരല്ല. പക്ഷെ ഇതേപോലെ ഒരു എനിക്ക് ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആത്മബന്ധമുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. ഒരു കാര്യം പറയട്ടെ, രാജൻ ചേട്ടൻ അല്ലൻ ചേട്ടനെ വിളിക്കണത് സ്വന്തക്കാരെന്ന് മാത്രമാണ് ഞാൻ വിളിക്കുക, പേര് വിളിക്കുകയില്ല. അതായത് ഇങ്ങനൊരു ബന്ധം എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം ഇതേപോലെ ഒരു ബന്ധം ഒരാൾക്കും കിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. വേണമെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിയോ. ഇതേപോലെ അതായത് നമ്മുടെ ഒരു കൂട്ടുകാരൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്ക് കിട്ടില്ല. നമ്മുടെ കൂട്ടുകാരൻ നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിൽ നോക്കിയോ. നമ്മുടെ ഒരു കൂട്ടുകാരൻ 10 രൂപ അവന് ഉണ്ടായി കഴിഞ്ഞാൽ ഇവന് കുശുമ്പുണ്ടാവുള്ളൂ. അവന് എന്തുകൊണ്ട് അവന് എങ്ങനെയുണ്ടാവും, അവൻ എന്നിട്ട് നന്നായില്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഇത് നീ എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്ന ഒരാളാണ് എൻ്റെ സ്വന്തക്കാരൻ എന്ന് പറയുന്ന ആൾ, അല്ലൻ ചേട്ടൻ എന്ന് പറയുന്നത്. നിനക്ക് എന്തുണ്ടായി? അപ്പോൾ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ എനിക്ക് ഭക്ഷണം ഞാൻ കൊണ്ടുവരില്ല.
ആൾ എനിക്കുള്ള ചോറ് വരെ ആൾ കൊണ്ടുവരും. പിന്നെ ചോറ് മാത്രമേ ഞാൻ കൊണ്ടുവരും. നല്ല വിഭവങ്ങൾ ഞാൻ അവിടെ കാലത്ത് പറഞ്ഞു, ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ചമ്മന്തി വരെ വെച്ചാലും ആൾ അവിടെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുവരും. ഇവിടെ വീടുകളിൽ ഇവിടെ ചേട്ടനച്ഛന്മാരുടെ വീടുകളിൽ എന്തുണ്ടാക്കിയോ അതെല്ലാം അനിൽ ചേട്ടന് കൊടുക്കും. അതിൽ നിന്നൊരു ഓഹരി എനിക്ക് ആള് ഇത്രയും വർഷമായിട്ട് 35 വർഷമായിട്ട് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് ലോകത്തൊരാൾക്കും അത് കിട്ടില്ല. കാരണം എനിക്ക് തന്നെ തോന്നി തുടങ്ങി എന്തുകൊണ്ട് ഇങ്ങനെ തരുന്നു. അപ്പോൾ അത്രയും ഒരു സ്നേഹം എന്നോടുണ്ട്. പക്ഷെ എൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അത് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അത്ര നല്ല ആളൊന്നും ഞാൻ പറയില്ല. പക്ഷെ എൻ്റെ സ്വന്തക്കാരൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. കുടുംബപരമായിട്ടും വീട്ടിലും അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ചേട്ടനായിട്ട് ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയ്ക്കും എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായി മാറി. ഈ കുടുംബത്തിലെല്ലാവരും അത്രയും സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബം വേറെ ലോകത്തിൽ കാണില്ല. ഞാൻ കണ്ടിടത്തോളം എനിക്ക് കണ്ടിട്ടില്ല. പണത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും 60 വയസ്സായിട്ടും കിൻ്റെ ചാക്ക് ഞങ്ങൾ പണിയുന്ന സ്ഥലത്ത് എഫ്സിയിൽ 50 കിലോ ചാക്കുള്ളൂ. പക്ഷേ അദ്ദേഹം 100 കിലോ 110 കിലോ ഉള്ള നെല്ലിൻ ചാക്ക് പാടത്ത് നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പോയി കയറ്റി കൊടുത്താൽ ഞാൻ നിർത്തി പണി. എൻ്റെ കാലിനൊരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ നിർത്തി. പക്ഷേ എൻ്റെ സ്വന്തക്കാരൻ പണി നിർത്തിയില്ല. ഇപ്പോഴും പണിയും എന്നും പണിയും. അത്രയും ആരോഗ്യമുള്ള ഒരാളാണ്. അത്രയും മനസ്സാണ് ആളുടെ. ആ മനസ്സ് ഈ കുടുംബത്ത് ഇവിടെ ഇവരെ കുടുംബത്തിൽ കിട്ടിയ അവരെ തന്തിയും തള്ളേരും ആ ഒരു എന്താ പറയുക പുണ്യാണ്. അത്രയും തന്തിയും തള്ളേരെ ഒരു നല്ലൊരു മക്കള് എന്നുള്ളത് പറയാനേ പറ്റുള്ളൂ. ഇവർക്ക് ഈ ചേട്ടനമ്പർക്ക് ഈ ഇദ്ദേഹത്തിന് എൻ്റെ സ്വന്തക്കാരനെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ അവരെ സൗഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ആ കുടുംബം എല്ലാ ഇതും നന്നായിരിക്കട്ടെ. അതുപോലെ തന്നെ സീമയിലും ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കഴിയില്ല. അതായത് തികയില്ല സമയം. ഇവിടെ നിന്ന് ഓരോ ദിവസവും എനിക്കിവിടെ ഉണ്ടാവുന്ന മാങ്ങ അതിൻ്റെ ചാറ് പിഴിഞ്ഞിട്ട് 1.5 ലിറ്റർ 2 ലിറ്റർ ഡെയിലി കൊണ്ടുവരും. അട കൊണ്ടുവരും, ബദാം പരിപ്പ് കൊണ്ടുവരും, മുന്തിരി കൊണ്ടുവരും, ആപ്പിൾ കൊണ്ടുവരും. എന്തൊക്കെയുള്ള ഈ KFC ചിക്കൻ അവിടെ വാങ്ങിക്കണ്ട അതെനിക്ക് കൊണ്ടുതരും. ആളെ എന്തൊക്കെ പറയണോ എല്ലാ സാധനവും എനിക്ക് എത്തിച്ചേരും. ഇങ്ങനെ ഒരു സാധനം എത്തിച്ചു തരാനായിട്ട് ഒരാളും സമ്മതിക്കില്ല. അതായത് ഇങ്ങനൊരു കൂട്ടുകാരനെ കിട്ടില്ല. നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഇങ്ങനൊരു നമ്മൾ നന്നായാലാണ് നമുക്ക് നല്ലൊരു കൂട്ടുകാരൻ കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്തോ അറിയില്ല, എനിക്കിങ്ങനെ ഒരു കൂട്ടുകാരൻ കിട്ടിയത് എൻ്റെ സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് റിട്ടയർഡാവെന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇതാണ്. പക്ഷേ ആള് റിട്ടയർഡായില്ല എൻ്റെ അടുത്ത് ഞാൻ കാണും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിനെ മറന്നാലും എൻ്റെ സ്വന്തക്കാരനെ ഞാൻ മറക്കില്ല. അത്രയ്ക്ക് ആത്മാർത്ഥത എനിക്ക് ആളോടുണ്ട്. മറക്കാൻ പറ്റില്ല. തിന്നാൻ തന്നുകൊണ്ടല്ല കേട്ടാ, അതും കൂടി ആലോചിക്കണം. സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ ഉപദേഷ്ടാവ് കൂടിയാണ്. ഈ വഴിക്ക് എന്നും വിളിക്കണേ, ഒരു ദിവസമില്ലാതെ വിളിക്കും. അപ്പം ഞാൻ ആ വഴിക്ക്, അതായത് 2 വഴിയാണ്. ഇവരുടെ വീടിൻ്റെ അപ്പുറത്ത് വലിയൊരു വഴി, ഇപ്പുറത്ത് നാഷണൽ ഹൈവേ. ആ വഴി കൂടെ ഏതിലേലും പോകണമെങ്കിൽ ഇങ്ങോട്ട് വാടാ, വന്ന് കയറിയിട്ട് പോടാന്ന് പറയും. ഞാൻ വരുമ്പോൾ ഇവിടെ വിഭവസമൃദ്ധമായിട്ടുള്ള സാധനങ്ങൾ വെച്ച് വിളമ്പി എനിക്ക് തന്നിട്ട് പോകുള്ളൂ. അതുപോലെ എൻ്റെ ആളുടെ ഭാര്യയും സീമ എൻ്റെ ഒരു സഹോദരിയാണ് ശരിക്കും. ആ സീമയിലും എനിക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം, വെള്ളം, മദ്യവോളം എന്തോ ഒരു എന്താ പറയാ, ഒരു ദാതാക്കളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കഴിപ്പിച്ചിട്ട് ഒരു വിടുള്ളൂ. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ തന്നെ, ആ ജ്യൂസ് വേൾഡ് എന്നുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അവരെ കുടുംബത്തെ കാണിക്കുന്നത് അത് വെറുതെ അല്ല കേട്ടാ, വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കുന്നതല്ല. അവർ അവിടെ വീട്ടിൽ പോയാലും അജുവിൻ്റെ ആയാലും വീട്ടിൽ പോയാലും ഭക്ഷണം തന്നിട്ട് എൻ്റെ വീട്ടിലോ ഈ സരിതയായാലും നമുക്ക് നല്ലോണം എല്ലാവരും ഒരു ചേട്ടനഞ്ചന്മാരെ എല്ലാവരും നല്ല സ്നേഹത്തിലാണ്. നല്ല ഭക്ഷണം, നല്ല കാര്യങ്ങളാണ് നമുക്ക് തരിക. എൻ്റെ മോൻ്റെ കല്യാണത്തിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതും എനിക്ക് വലിയൊരു അവരെ ഒരു വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ട്. ആളെന്നെ വിളിക്കും. പിന്നെ അവരെ സ്വന്തക്കാരെ കല്യാണം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, ഞാൻ പോവും. എന്നെ ക്ഷണിച്ചിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തക്കാരനെ എന്നെ വിളിച്ചു കൊണ്ടുപോകും ആള്. അപ്പം ഞാൻ അവിടെയൊക്കെ പോയി ഇന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ ഇത്രയും കാലം ജീവിച്ചു, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ജീവിതത്തിൽ ഒരു അഭിലാഷമാണ്. ജീവിതം എൻ്റെ മരണം വരെ ഞാൻ ഈ കുടുംബത്തിനെയോ അനിലേട്ടനെയോ മറക്കില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്താ പറയണ പറഞ്ഞോ, അതെനിക്കറിയില്ല. അനിലേട്ടനെ കുറിച്ചിട്ടുള്ള സത്യസന്ധമായ അഭിപ്രായം ഒരു പച്ചന്, അതായത് പച്ചയായ മനുഷ്യ. അതെ, പച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അതൊന്നുമില്ല, തെറികളുടെ ബഹളാണ്. എന്തേ ഇതെന്തല്ല സ്ഥിതി. അതായത് അതിന്റെ ഉള്ളകത്ത് പോയി കഴിഞ്ഞാ നമ്മള് ഇതിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നിനക്ക് ചിന്തിക്കാൻ കഴിയില്ല.
ചിന്തിക്കാൻ ആലോചിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരുപാട് അകലെയാണ്. അതായത് അപ്പോൾ അങ്ങനെയൊക്കെ പറയാം അജു. അപ്പോൾ ശരി. അതായത് പശുവിനെ കുറിച്ചിട്ട് 5 വാചകം പറയുമ്പോ പശുവിനെ പിടിച്ച് തെങ്ങുമ്പോ കെട്ടിട്ട് തെങ്ങിനെ കുറിച്ച് പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ പറഞ്ഞോളൂ. എഫ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ആള് പറഞ്ഞ. അല്ലിൻ ചേട്ടനെ കുറിച്ച് പറയൂ. അല്ലെങ്കിൽ ചേട്ടനെ കൊണ്ട് പറയല്ലേ. അതായത് ഒരു 2002 അജു 90-ല്ലേ എന്റെ കല്യാണത്തിന് തൊട്ട് 92-ലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. 91-ല് 94 ഇവിടെ ഒരു ബുള്ളറ്റ് വാങ്ങിച്ചിട്ട് ആ ബുള്ളറ്റും കൊണ്ട് നിങ്ങൾ പോയി. ബുള്ളറ്റ് കൊണ്ടിട്ട് രാജൻ ചേട്ടനും അവരും കൂടി 2 പേരും കൂടി ഒരു പോക്ക് പോയി. പുത്തൻ ബുള്ളറ്റ്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഇവര് അതിന്റെ പണി കൂട്ടി കഴിച്ച പോയി ഇവര് ഓടിപ്പിച്ചേ. 100 കിലോമീറ്ററോടെ നമ്മുടെ പണ്ടത്തെ മൈക്ക് പിടിച്ചിട്ട് സംസാരിക്കും. പാലിയേക്കര കൈയോടെ ഓടിപ്പിച്ചിട്ട് വന്നിട്ട് പറയാ എന്തൊരു സുഖമാണ്. ജീവിതത്തിൽ ഇത്രയും നല്ലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ആൾ കല്യാണത്തിന് പോയി. ഞങ്ങള് 1990 ഞാൻ പറയാം കല്യാണത്തിന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്ന് കാണുന്ന ഇതൊന്നല്ല അവസ്ഥ. നേരെ കാണിച്ച് ഈ പണിപ്പര അപ്പുറത്തോട് വീടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. തറവാട് വീട്. ആ തറവാട് വീടിനകത്ത് എല്ലാവരും ഈ കാണുന്ന സുഹൃത്തിന് അപ്പുറത്തുള്ള സുഖം ഉണ്ടായിരുന്നു. അതൊരു ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ്. ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ്. അതായത് അതായത് ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞ അമ്മയാണ്. ആ അമ്മയാണ് ഇന്ന് അലക്കിയാണ്ട് ഞാൻ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് അത്രയ്ക്ക് അതെ ഇവര് നമ്മുടെ കുടുംബത്തിലത്തെ അംഗങ്ങൾ പോലെ തന്നെയായിരുന്നു. അതൊന്നും റിയാലിറ്റിയാണ്. അതൊന്നും റിയാലിറ്റിയാണ് ഒക്കെ. ചേട്ടൻ അത്യാവശ്യമായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്നെ വന്നോളൂ. ചുള്ളനായിട്ട് വന്നിട്ടുണ്ട് കണ്ട. അല്ലെങ്കിൽ ചുള്ളൻ തന്നെയല്ലേ ഇത് ചേട്ടൻ്റെ അല്ലേ? നല്ല ഭംഗിയുണ്ട്. അപ്പം ഇനി എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കിലാണ്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഇനി അവർക്ക് ഒരു 3 പേരെയും കൂടി കൊണ്ടുവന്നാക്കാനുണ്ട്. അപ്പോൾ അതിന് അവർ പോവും. അപ്പം ഞങ്ങളും ഭക്ഷണം കഴിക്കട്ടെ കേട്ടാ.